ക്രൈസ്തവ നയതന്ത്രം പാളിയതോടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി.ജെ.പി. BDJS ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈഴവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള നീക്കം ആരംഭിച്ചു. ഇന്നലെ നടന്ന പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഈഴവ വോട്ടുകൾ BJP സംഭരിച്ചു വരുന്നൊരു സമയമാണ്. കാരണം BDJSന്റെ വരവ് ഒരു പ്രധാന ഘടകമാണ്. ഇത് ഇനിയും നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള പ്രധാന കടമ്പ. അത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ ആ പാർട്ടി? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്ത് കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കുക എന്ന തന്ത്രം ആണ് BJP മെനയാൻ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സാമുദായിക സംഘടനകളുമായി അടുപ്പം പുലർത്തുവാനുള്ള ശ്രമം നേരത്തെ തന്നെ BJP ആരംഭിച്ചിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കടമ്പ എന്നത് ക്രൈസ്തവ വിഭാഗത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗത്തെയും ഒപ്പം നിർത്തുക എന്നതായിരുന്നു. ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ BJP നടത്തിയിരുന്നുവെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് BJP പൊതുവെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ വിഭാഗത്തിന് നേരെ സംഘപരിവാർ നടത്തിയിട്ടുള്ള ആക്രമണം അടക്കം ക്രൈസ്തവ വിഭാഗത്തെ വീണ്ടും BJPയിൽ നിന്ന് അകറ്റുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോഴും ക്രൈസ്തവ വിഭാഗം ഇത്തവണ UDFന് അനുകൂലമാകുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നേരത്തെ BJP നടത്തിയിരുന്നുവെങ്കിലും അതും പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് കഴിയുന്നത്ര വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് BJPയുടെ അജണ്ട. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂരിപക്ഷ സമുദായത്തിലെ ഏറ്റവും പ്രബല വിഭാഗം ആയിട്ടുള്ള ഈഴവ വിഭാഗത്തെ കഴിയുന്നത്ര ഒപ്പം നിർത്തുവാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 2015 BDJS എന്ന രാഷ്ട്രീയ സംഘടനയുടെ പിറവി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു എന്നത് നമുക്കറിയാം. പക്ഷേ 2014 തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ ഉൾപ്പെടെ കാര്യമായ പുരോഗതി കൈവരിക്കാൻ BDJSന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, നിലവിൽ BDJS NDAയുമായി ചില തർക്കങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് BDJSന്റെ സ്ഥാപക നേതാവ് കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി എത്തുകയും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയും CPIഎമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആണ് BJP ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഒരു പിന്തുണ തേടുക, അതോടൊപ്പം തന്നെ BDJSനെ NDAയുടെ മുന്നണിയുടെ ഭാഗമായി ഉറപ്പിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ ഈഴവ വോട്ടുകളെ സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. KP അഭിലാഷാണ്.